ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്തു വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹീലിംഗിന് ആവശ്യമുള്ളവർക്കും ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. സോ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിയ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ ഭയങ്കര സ്ട്രക്ക്ഡ് ആണ്. അവർക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അവർക്കെല്ലാം ഒരു നൊസ്റ്റു ആണ് ആൻഡ് എല്ലാം ആലോചിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയാണോ അതെല്ലാം ഇപ്പോൾ ആ പേഴ്സൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു മിസ്സിങ് എനർജിയാണത്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇത്. ഒരു ഗ്രോത്തിനെ കാണിച്ചു തരുന്നതാണ്. അവരുടെ തോട്ട്സിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രോബ്ലംസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ ന്യൂ ബിഗിനിങ്, പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അവരതിനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനിയൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ത് തന്നെ കിട്ടുകയാണെങ്കിലും അവരൊരു പുതിയ അവസരമായിട്ട് അതിനെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സണായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. നൈസ്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണുന്നു. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, അതായത് ഇപ്പം നിങ്ങളുടെ അതേ സെയിം നിങ്ങൾക്ക് ആ പേഴ്സണോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സെയിം അട്രാക്ഷനും ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആ പേഴ്സൺ ഉണ്ട്. ബിക്കോസ് ഒരു മ്യൂച്വൽ ആയിട്ടാണ് ഇവിടെ ഒരു സോൾ കണക്ഷൻ, അതാണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ എഗെയിൻ പ്രപ്പോസൽ, റിയൂണിയൻ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാരേജ് ഒക്കെ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തൊരു ആരുടെടുത്തും തോന്നാത്ത തരത്തിലുള്ള ഒരു അട്രാക്ഷൻ, എഫെക്ഷൻ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പം അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇനിയും അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരത് സ്വീകരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത്. അത് അവർ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുകയാണ് അവർക്ക്. മിസ്സിങ് ആണ്, ഇതെല്ലാം മിസ്സിങ് തന്നെയാണ്. നൈസ്. ഹൈറോഫന്റിൻ്റെ എനർജിയാണ്. മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റിന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രസൻസ്, ഓക്കെ, മേ ബി നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്തു പോയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് പോലത്തെ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ താമസിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും തെറ്റുകളുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഇപ്പം എന്തെങ്കിലും ഒരു റിലീജിയൻ പ്രോബ്ലം, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, മീൻസ് ഒരു വേറെ റിലീജിയൻസ് ആണ്, കാസ്റ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇങ്ങനെ ഏജ് ഡിഫറൻസിൻ്റെ പ്രോബ്ലം, തേർഡ് പാർട്ടി ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ വിഷയമായി വരത്തില്ല. ബിക്കോസ് ആ പേഴ്സണ് ഇപ്പം അവരൊരു ആക്ഷൻ എടുത്തതുപോലെയാണ്, അവർ തീരുമാനങ്ങൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് പോയതുപോലെയാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു ഹൈ ലെവൽ എത്തിക്കണം, ഒരു ഹൈ ലെവൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് ഇവർക്ക് എത്തിക്കണം. സോ അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ മനസ്സറിഞ്ഞ് ഫോർഗീവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നു. ആൻഡ് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ജെനുവനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ ആ പേഴ്സൺ മനസ്സിലാവുന്നത് പോലെയാണ് കാണുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് മോൺ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ്. ഇവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുക തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു സെൽഫ് ഫോർഗിവ്നെസ് എന്തായാലും ഇവർ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക,
ഇപ്പം ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ഇവൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിൽ നിങ്ങൾക്കും ഒരു കയ്യൊപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും അത് നിങ്ങളുടെ എന്തെങ്കിലും ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങളും സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുക. ഓക്കെ, ആ പേഴ്സണോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുക. ആ പേഴ്സൺ എന്തായാലും അത് ചെയ്യുന്നുണ്ട് അവർക്ക്. കാരണം ഇവർ മൂവ് ഓൺ ചെയ്ത് നിൽക്കുമ്പോഴും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുമ്പോഴും ഇവർക്കൊരു ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒക്കെ ഒരു തോറ്റിട്ടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഇവർ ഒറ്റപ്പെട്ടൊരവസ്ഥ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നതാണ്. അതായത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ ഹാപ്പി ആയിരുന്നു, പേഴ്സണലി അവർ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പം ആ ഹാപ്പിനെസ് അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ഈ ഒരു കാർഡ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എലോൺ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവർക്ക് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് സ്നേഹമാണ്. സോ ഇവർക്ക് സ്നേഹം കൊടുക്കാൻ ആളുകളുണ്ട്. ബട്ട് അവർ ആ ഒരു സ്നേഹം പോലും കാണാതെ അവർക്ക് ഇപ്പം ഇല്ലാത്തൊരു സ്നേഹം, അതിനെ അവർ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ്. അതിനർത്ഥം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് അവർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് പ്രസൻസ് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ആൻഡ് പാസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്കതിങ്ങനെ ഒരുപാട് മനസ്സിലേക്ക് വരുന്നത് കൊണ്ടും കൂടിയാണ് അവർ ആക്ഷൻ എടുത്ത് സ്റ്റാർട്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതും വളരെയധികം നമ്മൾ അഡിക്റ്റഡ് ആയി പോവുക ഒരു സംഭവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ. ഇപ്പം നമുക്ക് കൂടെ ഉണ്ടായിരുന്നപ്പോൾ വാല്യൂ മനസ്സിലാവില്ല, അത് പോയി കഴിയുമ്പം നമ്മൾ ഭയങ്കരമായിട്ടും അതിൽ അഡിക്റ്റഡ് ആയി പോവുക, അല്ലെങ്കിൽ അത് തന്നെ വേണം എന്നുള്ള നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഉള്ളത്. അവർ ഭയങ്കര ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്ട് ആവുന്നുണ്ട്, ഒരുപാട് ഫീലിങ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ട്രൂ ആക്കണം, അല്ലെങ്കിൽ ഇത് തന്നെയാണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ വന്നതുപോലെയാണ് അവരുടെ ഒരു അവസ്ഥ കേട്ടോ. ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുത്തതാണ്. മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. എക്സാക്ട്ലി മാനിഫെസ്റ്റേഷൻ. ആ പേഴ്സൺ നിങ്ങൾക്ക് ഇതിൽ നിന്നും റിമൂവ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ. വളരെയധികം അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഒരു ഡെപ്താണ് ഇവിടെ കാണുന്നത്. സോ അവർക്ക് ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഓരോ കാര്യങ്ങളും അവർക്ക് ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും അവർക്ക് വാല്യുബിൾ ആയിരുന്നില്ല, അവരതിനെ അബ്യൂസ് ചെയ്തതുപോലെയാണ് എനിക്ക് കാണുന്നത്. മീൻസ് ദുരുപയോഗം ചെയ്ത് കളഞ്ഞു. ഇപ്പം അത് തിരിച്ചെടുക്കാനുള്ള ചില ഫുൾഫിൽമെൻറ്റ് കണ്ടോ, റിയൂണിയൻ, ഫുൾഫിൽമെൻറ്റ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഫീലിങ്സും ഇവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ മിസ് ചെയ്യുന്ന, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെയാണ്. ആൻഡ് ഇവരുടെ തോട്ട്സിനകത്ത് അതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ, ഒരു ഡിസയർ, അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ അവരെടുത്തതുപോലെയാണ് കാണുന്നത്. നമുക്ക് സോഡിയക് സൈൻ നോക്കാം. സോഡിയക് സൈൻ ഇവിടെ വന്നിട്ടുള്ളത് പൈസീസ് വന്നിട്ടുണ്ട്, സ്കോർപിയോ, ക്യാൻസർ ആൻഡ് ടോറസ്. സ്കോർപിയോ എഗെയിൻ വന്നിട്ടുണ്ട്, പൈസസ് എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ആക്ഷൻ ഇപ്പം എത്ര ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക, നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 1 എന്ന നമ്പറാണ് ആൻഡ് 2 വന്നിട്ടുണ്ട്. സോ 1 മെയിൻലി ഇവിടെ വന്നിട്ടുള്ളത്. സോ ന്യൂമറോളജിക്കലി അപ്പം 1 മന്ത് അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 1 വീക്ക് ആയിരിക്കും, മേ ബി 1 ഡേ ആയിരിക്കാം. നിങ്ങൾ പലരുടെയും എനർജി ഉണ്ടാവും, പലരുടെയും പലതായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൈഡൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. സ്വയം ഫോർഗീവ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ പേഴ്സൺ തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, എക്സാക്റ്റ് 1 ആണ്. സോ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അത് നിങ്ങളുടെ എനർജി ബേസ് ചെയ്ത്, മീൻസ് നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ അറിയാലോ, നമ്മളൊന്നിലും ഡിപ്പെൻഡഡ് ആയി പോവുകയാണെങ്കിൽ നമ്മൾക്കത് ബ്ലോക്ക് എനർജി ആയിരിക്കും. നമ്മളെ തന്നെ കെയർ ചെയ്തും ഫോർഗീവ് ചെയ്തൊക്കെ നമ്മളതിന് ഇത്ര ഫാസ്റ്റിൽ അവരെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അത് 1 മന്ത് എന്നുള്ളത് നിങ്ങൾക്ക് 1 വീക്സ് ആക്കാം, 1 ഡേ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ എനർജി പോലെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, എക്സാക്റ്റ് 1 ആണ് എന്തായാലും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക.